അയോധ്യക്കുള്ള ആദ്യ ട്രെയിൻ ആരംഭിക്കുന്നു. നമുക്കൊപ്പം ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, പറയൂ. എസ് കെ, ഇപ്പോൾ അല്പസമയത്തിനകം ഈ കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്പെഷ്യൽ ട്രെയിൻ ആയിട്ടുള്ള അയോധ്യയിലേക്കുള്ള ആസ്ഥ ട്രെയിൻ പുറപ്പെടുമെന്നുള്ളതാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഒ രാജഗോപാലാണ് അല്പസമയത്തിനകം ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ യാത്രക്കാരെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ട്രെയിനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 3300 രൂപയാണ് ഇതിലെ ഒരു ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത്. ഈ 3300 രൂപയ്ക്ക് ഇത്തരത്തിലൊരു ടിക്കറ്റ് എടുത്ത് അയോധ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 6 ദിവസത്തിനകം യാത്ര ചെയ്ത് തിരിച്ചെത്താനാകും എന്നാണ് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒ രാജകുമാർ സർ. അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന തിരക്കിലാണ്, അതുകൊണ്ട് ഇതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഫ്ലാഗ് ഓഫിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ മാസം പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആദ്യ ട്രെയിൻ പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഏതായാലും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കൊച്ചുവേളിയിൽ നിന്ന് ഒരു കോച്ച് മുഴുവനുള്ള യാത്രക്കാരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഇന്ന് ആളുകളെ കയറ്റിക്കൊണ്ടാണ് അയോധ്യയിലേക്ക് യാത്ര പോവുക. വിവിധ സ്റ്റേഷനുകളിൽ BJPയുടെ പ്രവർത്തകർ ഈ ട്രെയിന് സ്വീകരണമൊരുക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കോട്ടയത്ത് ഈ 12 മണിയോടുകൂടി ഇത് കോട്ടയത്ത് ഈ ട്രെയിൻ എത്തുമ്പോൾ അവിടെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രൻ ഈ ട്രെയിന് സ്വീകരണം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ഈ കൊച്ചുവേളിയിൽ നിന്ന് അനുഭവപ്പെടുന്നത്. ഏതായാലും BJP പ്രവർത്തകർ പറയുന്നത് ഏകദേശം 66 ട്രെയിനുകൾ രാജ്യത്തുടനീളം ഈ അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതിൽ 6 ട്രെയിനുകൾ കേരളത്തിൽ നിന്നാണ്. ഇനി കൊച്ചുവേളിക്ക് പുറമെ നാഗർകോവിലിൽ നിന്നും പാലക്കാട് നിന്നും കേരളത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും അയോധ്യയിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാണുന്നത് പോലെ ഇപ്പോൾ ഉടൻ തന്നെ ഈ അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുകയാണ്. ഏകദേശം 3300 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. 972 യാത്രക്കാർ ആദ്യ യാത്രയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണ ആയുധം കൂടി ആയി ഉപയോഗിക്കുകയാണ് BJP എന്നുള്ളതാണ്. ഇതൊരു വലിയ ആഘോഷ പരിപാടിയായി തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ VV രാജേഷ്, രാജഗോപാൽ, BJPയുടെ ജില്ലയിലെ തന്നെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെയാണ് ഈ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭക്ഷണ സൗകര്യം ഉൾപ്പെടെ ഈ ട്രെയിനിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും. ഈ അയോധ്യയിൽ എത്തിയതിനു ശേഷവും ഇവർക്ക് ദർശനത്തിനായിട്ടുള്ള വിവിധ സൗകര്യങ്ങൾ BJPയുടെ വളണ്ടിയർമാർ അടക്കമുള്ളവർ ഒരുക്കിയിട്ടുണ്ട്. അവരെ തിരിച്ചെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ കൂടി ഒരുക്കി നൽകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് BJP ഒരുക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ. എന്തായാലും അല്പസമയത്തിനകം ഈ ട്രെയിൻ പുറപ്പെടും എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധന ഇതിനകത്തുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ഈ തീർത്ഥാടകരുടെ ഒക്കെ കാര്യത്തിൽ പ്രത്യേകമായ ID കാർഡ് ഉണ്ട്. അത് ഈ ബുക്ക് ചെയ്തവർക്കാണ്. ഈ IRCTCയുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നോ നേരിട്ടോ ഇതിന് ബുക്ക് ചെയ്യാൻ കഴിയില്ല. പകരം ഈ റെയിൽവേയുടെ ടൂറിസം വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും അത് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സൗകര്യത്തിലേക്ക് മാറ്റുമെന്നാണ് ഇന്ന് ഈ BJPയുടെ നേതാക്കന്മാരെല്ലാം പറയുന്നത്. അത്തരത്തിലേക്ക് ഒരു സൗകര്യത്തിൽ കൂടി ഇത് ഒരുക്കും എന്ന് പറയുന്നുണ്ട്. അയോധ്യയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുക്കാനുള്ള ഒരു സൗകര്യത്തിന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് കൂടി അവർ ഉറപ്പ് പറയുന്നു. ഏതായാലും വലിയൊരു ടൂറിസം പദ്ധതിയുടെ ഭാഗം കൂടിയായി അയോധ്യ യാത്ര മാറ്റുകയാണ് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും കൊച്ചുവേളിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു ട്രെയിൻ കൂടി ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിലും യാത്രക്കാരുടെ ബുക്കിംഗ് ഇപ്പോഴേ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ട്രെയിൻ പുറപ്പെടുകയാണ്. ആദ്യ സിഗ്നൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിൻ പുറപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കൊച്ചുവേളിയിൽ നിന്നുള്ള ആദ്യ അയോധ്യ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ട്രെയിനിൻ്റെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. ട്രെയിൻ നിമിഷങ്ങൾക്കകം യാത്ര തുടങ്ങുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ 6 ദിവസം കൊണ്ട് അയോധ്യയിലെത്തും ഈ ട്രെയിൻ. മുൻ റെയിൽവേ മന്ത്രി ഒ രാജഗോപാലാണ് ഈ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ആസ്ഥ ട്രെയിൻ എന്നാണ് ഈ ട്രെയിനിന് പേരിട്ടിരിക്കുന്നത്. അയോധ്യയിലേക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിനാണ് ഇതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
20 കോച്ചുകളുണ്ട് ഈ ട്രെയിന്. 972 യാത്രക്കാർ അയോധ്യയിലേക്ക് തിരിച്ചിരിക്കുന്നു. 6 ദിവസം കൊണ്ട് അവർ അയോധ്യയിൽ എത്തും. ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒരുപക്ഷെ അയോധ്യയിൽ ടൂറിസത്തിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹരികൃഷ്ണൻ 6 ദിവസം കൊണ്ട് അയോധ്യയിൽ പോയി തിരിച്ചെത്താൻ കഴിയുമെന്നാണ് ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത. ഹരികൃഷ്ണൻ ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്.